ഹലോ എവരിവൺ, ടുഡേ ഈസ് സെപ്റ്റംബർ 5. ഇന്ന് തിരുവോണനാളാണ്. ഇന്ന് തന്നെയാണ് നമ്മുടെ NITയിലെ ഓണാഘോഷവും ഫിക്സ് ചെയ്തിട്ടുള്ളത്. പ്രോഗ്രാം നടക്കുന്നത് ഇവിടെ സാക്ക് ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ്. ഇവിടുത്തെ പ്രോഗ്രാം നടത്തുന്നത് മലയാളി സ്റ്റുഡൻസും തമിഴ് സ്റ്റുഡൻസും. NITയിലെയും IIIT അഗർത്തലയിലെയും വിദ്യാർത്ഥികൾ ഒരുമിച്ചാണ് ഇത്തവണത്തെ ഓണം കൊണ്ടാടുന്നത്. എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ വന്നിട്ടുള്ളവരാണ് രണ്ടുപേരെയും ഒന്നുകൂടെ പരിചയപ്പെടുത്താം. ഇത് മുബശ്ശർ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് 3rd ഇയർ. ഇത് നസീഫ്, 3rd ഇയർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് നമ്മുടെ സാക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് വലിയ രീതിയിൽ മോക്ഷ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള പൂവെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഒന്നിങ്ങോട്ട് നോക്കൂ. നിങ്ങളില്ല, നിങ്ങളെ ഞാൻ കൂട്ടൂല. അതിനായി ഒന്നുകൊണ്ട് നോക്കി. പേര് പറഞ്ഞോളൂ. ഏത് ഡിപ്പാർട്ട്മെന്റ്? മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഏത് ഇയർ? എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? അതെ, ദിൽഷ നിന്നെ കൂട്ടിയാലോ? നീ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്ക്. വേണ്ടല്ലേ, നിന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവിടെ 2-3 പേര് കൂടി ഇരിക്കുന്നുണ്ട്. ഗേൾസ് 2 പേരുണ്ട്. ഹലോ ഹലോ, ഫസ്റ്റ് ടൈം സീയിങ് യു ഇൻ എ പ്രോഗ്രാം. ഹലോ ഹലോ എവരിവൺ, വെൽക്കം ടു മൈ വ്ളോഗ്. ഇവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്, ഇരുന്ന് പൂക്കളിട്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ്? പുഷ്പയല്ലേ? ആണ്. അഖിലത് അവിടെ ഉണ്ട്. ഇവിടെ ബാക്കി എല്ലാവരും പണി എടുക്കുന്നത്. ഹലോ, എല്ലാവരെയും ഈ ഒരു വീഡിയോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ പേര് പറഞ്ഞോളൂ, ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞോളൂ. ഞാൻ സാവിത്രി, മെക്കാനിക്കൽ. പേര് പറഞ്ഞോളൂ. പേരെന്താണ്? IIIT CSC. ഓക്കെ, അടുത്തൊരാള്. ഇവിടെ പേര് പറഞ്ഞോളൂ. വിടുക. ഹലോ, ഇവിടെ 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 എന്ത് പേര്? ഏത് ഡിപ്പാർട്ട്മെന്റ്? കമ്പ്യൂട്ടർ സയൻസ്. അച്ഛന്റെ പേരാ? IIIT ക്യാമ്പസ് ഇല്ല. അതുപോലെ തന്നെ IIITക്ക് ക്യാമ്പസ് ഇല്ല. NITയുടെ ക്യാമ്പസിനകത്ത് തന്നെയാണ് IIIT പ്രവർത്തിക്കുന്നത്. വെച്ചിട്ടാണ് മെയിൻ പ്രോഗ്രാം നടക്കുന്നത്. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ഇത് പഴയ റെസ്റ്റോറൻ്റ് ആയിരുന്നു, അടച്ചു പോയതാണ്. അവിടെ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കസേരകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഗസ്റ്റിന് കൊടുക്കാനുള്ള പായസവും കാര്യങ്ങളുണ്ട്. ഹലോ, വൺസ് അഗൈൻ വെൽക്കം. പേര് പറഞ്ഞോളൂ. നേരത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്താണ്. സിദ്ധാർത്ഥ്. ഏത് ഡിപ്പാർട്ട്മെന്റ്? കെമിക്കൽ. ഏത് ഇയർ? ഫസ്റ്റ് ഇയർ. എവിടുന്നാണ്? പൊള്ളാച്ചി. ഓക്കെ, എങ്ങനെ മലയാളം സംസാരിക്കുന്നത്? നന്നായിട്ട് അറിയാം. അതെ. അടുത്ത ആള് അല്ല, അത് ഞാൻ ഡിലീറ്റ് ചെയ്തറിഞ്ഞു. നീ തന്നെ പറഞ്ഞു. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ നീ തന്നെ പറഞ്ഞു. എൻ്റെ പേര് അഫ്നാൻ. ഞാനിവിടെ കെമിക്കലിൽ പഠിക്കുന്ന. കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്നു. മലപ്പുറത്തിൻ്റെ സ്വന്തം നാടായ കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്നു. ഇനിയെന്താ? വേറൊന്നും വേണ്ട, ഭയങ്കര ലേഖാണ്. കുറച്ച് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇയേഴ്സ് ആണ്. നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം. പേര്? അർജുൻ. ഏത് ഡിപ്പാർട്ട്മെന്റ്? CSC. ഏത്? NIT IIIT? NIT. ഷിഫാൻ, ബയോടെക്, NIT. അഭിനന്ദൻ, മെക്കാനിക്കൽ. മുഹമ്മദ് അഫ്സൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ഇവരൊന്നും നമ്മൾ പരിചയപ്പെടാൻ നിൽക്കുന്നില്ല. അവരൊക്കെ എന്തോ പ്രിപ്പറേഷനിലാണ്. പേര് சொல்லுமா? പേര് சொல்லு. என் பேர் வெங்கடேஷ். EC டிபார்ட்மெண்ட் ஃபர்ஸ்ட் இயர். ഓക്കെ. രാജുവേല്, ഞാൻ ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, 2-3 പേരോട് ഉണ്ടാവും. ഇവരാണ് ഇതിൻ്റെ എല്ലാം തീർത്തേച്ചി. ഇവർ 2 പേരാണ് ഇന്ന് ആങ്കറിങ് നടത്തുന്നത്. ബാക്കിയുള്ളവരൊക്കെ വെറുതെ നോക്കി വെക്കുന്നു. പൂക്കള റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഡിസൈൻ വരുന്നത്. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാവരുമാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തത്. ഇനി ഇവിടെ ഹാപ്പി ഓണം എന്ന് എഴുതാൻ പോവാണ്. മുബശ്ശലി തമ്പുരാൻ. പേര് പറഞ്ഞോളൂ. എവിടെ നിന്ന്? കോഴിക്കോട്, കേരള. ആക്ച്വലി ഇപ്പൊ താമസം എവിടെയായിരുന്നു? ഉത്തർപ്രദേശ്. ഓക്കെ, കേരളത്തിന് മൊബൈലിൽ കിട്ടാനില്ല, അതുകൊണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ഹലോ, ഹാപ്പി ഓണം എഴുതി ഇവിടെ നമ്മുടെ പൂക്കളവും സെറ്റ് ആയിട്ടുണ്ട്. വെൽക്കം ടു മൈ വ്ളോഗ്. വെൽക്കം ടു മൈ വ്ളോഗ്. Oh, you're doing vlog? Yeah. Hi. Please subscribe to this channel. Okay. ഹലോ. Hi guys. Welcome to Onam guys. എന്തിനൊക്കെ പണി ചെയ്യാം. നിങ്ങളൊക്കെ വരുന്നവർക്ക് എല്ലാവരും കൊടുക്കാനുള്ള പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എടാ, ഓണത്തിന്റെ പൂക്കളം നീയല്ലേ ഡിസൈൻ ചെയ്തത്? പൂക്കളം ഫുള്ള് ഞാൻ മെയിൻ, ഷർഫാൻ, ഞങ്ങൾ 2 മെയിൻ ചെയ്തു. അത്രയുള്ളൂ. ഇനിയെന്താ? അങ്ങനത്തെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ മാവേലിയാണ്. എല്ലാവരും കൂട്ടി പൂക്കളം കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ടീച്ചേഴ്സ് എല്ലാവരും ഈ പൂക്കളത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ ഇവിടെ കുറച്ച് പേര് എടുത്തു കൊടുക്കുന്നുണ്ട്. മാവേലി, എന്താണ് ഓണത്തെക്കുറിച്ച് പറയാനുള്ളത്? ഓണത്തെക്കുറിച്ച് എന്താ പറയുക? ഹാപ്പി ഓണം. അത്ര മാത്രമേ പറയാനുള്ളൂ. ഓണത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് വല്ല ധാരണയുണ്ടോ?
ഹിസ്റ്ററി അനുഭവമുണ്ട്. എന്തനുഭവം? എന്തുണ്ട് ഓണം? താങ്ക് യു. പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അവർ രണ്ടുപേരാണ് ഇവിടുത്തെ ആങ്കറിങ്ങും എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ ഗസ്റ്റിനൊക്കെ കൊടുക്കാനുള്ള ഫുഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും എത്തിയിട്ടുണ്ട്. പായസം കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇന്ന് 6-ാം തീയതിയാണ്. ഇന്നലത്തെ വ്ളോഗ് ആദ്യത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് പോയിരുന്നെങ്കിലും നമ്മൾ പ്രോഗ്രാം നടക്കുന്ന റൂമിൽ കയറിയതിന് ശേഷമുള്ള വോയിസ് ഒന്നും തീരെ ക്ലിയർ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഇനി ഇന്നലത്തെ പ്രോഗ്രാം എല്ലാം ഒന്ന് നിങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തരാമെന്ന്. അതിനാൽ തന്നെ ഞാൻ ഇന്നലെ നടന്ന ഓരോ ഇവൻറ്റ്സും എഴുതി വെച്ചിട്ടുണ്ട് ആ റൂമിനകത്ത് വെച്ച് നടന്നിട്ടുള്ളത്. ആദ്യം ടീച്ചേഴ്സ് വന്നതിന് ശേഷം അവർക്ക് നമ്മൾ വെൽക്കം ഗിഫ്റ്റായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം നൽകി. പിന്നെ സിറ്റിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കേരള ഐറ്റംസ് ആയിട്ടുള്ള സ്നാക്സ് എത്തിച്ചിരുന്നു, അതും അവർക്ക് നൽകിയിരുന്നു. അതിനുശേഷം ടീച്ചേഴ്സ് എല്ലാവരും കുട്ടികളെ അഡ്രസ്സ് ചെയ്തു. ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഓണത്തെക്കുറിച്ച് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളും സംസാരിച്ചു. ഇന്നലത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത് ആകെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ടീച്ചേഴ്സ് മാത്രമായിരുന്നു. ഒരുപാട് പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരുന്നുവെങ്കിലും പലർക്കും അസൗകര്യങ്ങൾ കാരണം എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ വക ഒരു റാം വോക്ക് ഉണ്ടായിരുന്നു. അതിൽ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തു. അതിനുശേഷം നമ്മൾ ടീച്ചേഴ്സിന് വേണ്ടി 2 ഗെയിമുകളായിരുന്നു ഓർഗനൈസ് ചെയ്തിരുന്നത്. ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് പെന്ന് വെച്ചിട്ട് ഗ്ലാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഗെയിമും, രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് ബലൂൺ ചവിട്ടി പൊട്ടിക്കുന്ന ഗെയിം. കാലിൽ ബലൂൺ കെട്ടിയിട്ട് നമ്മുടെ ബലൂൺ പ്രൊട്ടക്ട് ചെയ്ത് മറ്റൊരാളുടെ ബലൂണിനെ പൊട്ടിക്കുന്ന ഒരു ഗെയിമായിരുന്നു അത്. അതിനുശേഷം ഫസ്റ്റ് ഇയർ തമിഴ് വിദ്യാർത്ഥികളുടെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡാൻസ്. പിന്നീട് ഡാൻസ് ഗേൾസ് കളിച്ചു ഒരു ഡാൻസ്, അതും വളരെ അടിപൊളിയായിട്ടുള്ള ഡാൻസ് തന്നെയായിരുന്നു. അതിനുശേഷം കാർഡ് വായിൽ വെച്ചിട്ട് അരിപ്പൊടി ട്രാൻസ്ഫർ ചെയ്യുന്ന ഗെയിമായിരുന്നു. അതിൽ നമുക്ക് ഇന്നലത്തെ പ്രോഗ്രാമിൽ വന്നിരുന്ന ഒരു US-ൽ നിന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ജർമ്മനിയിൽ പഠിക്കുന്ന US-ൽ നിന്നുള്ള വ്യക്തി. ഇവിടെ ഇൻറ്റേൺഷിപ്പിനായിട്ട് വന്നതാണ്. അവരും പങ്കെടുത്തിരുന്നു. അവരും വളരെ ഹാപ്പി ആയിരുന്നു പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത്. അതിനുശേഷം സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളുടെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ, വലിയ മ്യൂസിക്കൽ ചെയർ ആയിരുന്നു. ഒരുപാട് പേര് പങ്കെടുത്ത ഒരു മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ. ഫൈനലിലെത്തിയ സമയത്ത് ഒരാൾ ജയിച്ചു. അതിനുശേഷം ഫുഡ് ഉണ്ടായിരുന്നു. വന്നിട്ടുള്ള ഒരുപാട് പേർക്കൊക്കെ നമുക്ക് ഫുഡ് നൽകാൻ സാധിച്ചു. ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഫുഡ് കൊടുക്കുന്നതിന്. കാരണം വേറൊന്നുമല്ല, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഞാനായിരുന്നു ഏറ്റെടുത്തിരുന്നത്. തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ല. എനിവേസ് പ്രോഗ്രാം വളരെ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയത്. ഇന്നലെ ടീച്ചേഴ്സ് ഡേ കൂടിയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഡേയും ഓണവും എല്ലാം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതിന് ചുക്കാൻ പിടിച്ച് മുന്നോട്ട് വന്നത് തീർത്തേച്ചിയായിരുന്നു. തീർത്തേച്ചിയാണ് അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വേണ്ട പെർമിറ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി തന്നത്. അതുപോലെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തതും തീർത്തേച്ചി തന്നെയായിരുന്നു. തീർത്തേച്ചിയോടൊപ്പം കൂടെ നിന്ന പലരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒറ്റവാക്കി ഞാൻ നന്ദി പറയാണ്. കാരണം ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഞാൻ വിട്ടുപോകും. എത്ര നന്ദി പറഞ്ഞാലും ഈ പ്രോഗ്രാം നടത്താൻ സഹായിച്ചവരോട് നന്ദി പറഞ്ഞ് തീരുകയില്ല. എനിവേസ് ഒറ്റവാക്കിൽ എല്ലാവരോടും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അമൽ സൈനിങ് ഓഫ്. ഈ പ്രോഗ്രാമിന്റെ എല്ലാം ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അല്ല, വേറെന്തൊക്കെ പറയാനുള്ളത്? പറയൂ. സന്തോഷം, എല്ലാരും കൂടി ഈ പരിപാടി ഏറ്റെടുത്ത് സംഘടിപ്പിച്ചതിന്. പൂക്കളം ഫുള്ളാണ്. അതിൽ ഷർഫാന് മാത്രമാണ് പൂക്കളം സെറ്റ് ചെയ്തത്. അതുകൊണ്ട് ഒരു വലിയ നന്ദി. നമുക്കൊന്നും നന്ദിയൊന്നുമില്ല. പിന്നെ ബാക്കി എല്ലാ മക്കൾക്കും ഒരു നല്ല കയ്യടിയാണ് ഞാൻ കൊടുക്കാൻ നോക്കുന്നത്. അമലിന് പ്രത്യേക നന്ദി. എല്ലാം ചെയ്തതിന് അമലിന് ഒരു പ്രത്യേക നന്ദിയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.